വളരെ കോമൺ ആയിട്ട് നിങ്ങളുടെ മാതാപിതാക്കളും അധ്യാപകരും ചെറുപ്പം മുതലേ പിന്നീട് വളർന്നു വരുമ്പോൾ എല്ലാവരും പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാദമാണ് പശുത്തൊഴുത്ത് സന്തുലനവാദം എന്നോ അല്ലെങ്കിൽ പശുത്തൊഴുത്ത് വാദം എന്ന് പറയാം. കൗഷഡ് എക്വിവാലൻസ് ആർഗ്യുമെൻറ്റ് എന്ന് വേണേൽ പറയാം. അതെന്താണെന്ന് പറഞ്ഞാൽ, തൊഴുത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നീയും എന്നെ പോലെ പശു തന്നെ. ഇതാണ് തൊഴുത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നീയും എന്നെ പോലെ പശു തന്നെ. ഇതാണ് പശുത്തൊഴുത്ത് വാദം. അപ്പോൾ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ധാരാളം തൊഴുത്തുകളുണ്ട് ഇവിടെ. ഇപ്പോൾ ക്രിസ്ത്യൻ തൊഴുത്തുണ്ട്, ഇസ്ലാം തൊഴുത്തുണ്ട്, ഹിന്ദു തൊഴുത്തുണ്ട്, ജൈന തൊഴുത്തുണ്ട്, ബുദ്ധ തൊഴുത്തുണ്ട്, പിന്നെ അതേപോലെ എത്തീസ്റ്റ് തൊഴുത്തുണ്ട്, പിന്നെ അഗ്നോസ്റ്റിക് തൊഴുത്തുണ്ട്, യുക്തിവാദി തൊഴുത്തുണ്ട്, ഫെമിനിസം തൊഴുത്തുണ്ട്, കമ്മ്യൂണിസം തൊഴുത്തുണ്ട്, ക്യാപിറ്റലിസം തൊഴുത്തുണ്ട്. ഇതെല്ലാം ഓരോ തൊഴുത്തുകളാണ്. അപ്പോൾ ഇത് തൊഴുത്തുകളാണെന്ന് എങ്ങനെയാണ് അത് മനസ്സിലാക്കുക? അതായത് അവിടെ വെക്കുന്ന കാര്യങ്ങളിൽ സിദ്ധാന്തമുണ്ടോ എന്നുള്ളതാണ് വിഷയം. സിദ്ധാന്തം പറഞ്ഞാൽ 3 തലങ്ങളാണ്. ഞാൻ വേറെ സത്യവും സാഹിത്യവും എന്ന് പറയുന്ന പ്രസൻറ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് സിദ്ധാന്തം എന്ന് ചെറുതായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങളെ ചങ്കൂറ്റത്തോടുകൂടി ഇതെനിക്ക് കാണിച്ചു തരണം, ഇത് ശരിക്കും ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ടുള്ള ധൈര്യമില്ലാതെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളൊരു തൊഴുത്തിലാണ്. കാരണം പശുക്കൾക്ക് ചോദ്യങ്ങളില്ല. നിങ്ങളെ പാൽ ഊറ്റാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വെട്ടിക്കീറി നിങ്ങളുടെ രക്തവും മാംസം കഴിക്കാൻ വേണ്ടി മാത്രം വളർത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഓരോ തൊഴുത്തുകളിലും നിങ്ങൾ നിർത്തിയിരിക്കുക. ജനിക്കുന്ന ഓരോ അദ്വൈതാർത്ഥവും ഏതെങ്കിലും ഒരു തൊഴുത്തിൽ കിടന്നായിരിക്കും വളരുക. അപ്പോൾ എല്ലാവരുടെ ഒരു കോമൺ ആയിട്ടുള്ള ബിലീഫുണ്ട്, ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു തൊഴുത്തിലായിരിക്കുമല്ലോ. അപ്പോഴാണ് ഈ വാദം വരുന്നത്. നിനക്ക് മാത്രം എന്താ പ്രത്യേകത? ഞങ്ങളെപ്പോലെ തന്നെ നീയും ഈ തൊഴുത്തിൽ കിടന്ന് വളർന്നവനല്ലേ, അതുകൊണ്ട് നീയും പശു തന്നെയാണ്. പക്ഷേ പശു ആയിരിക്കണമെന്നില്ല. നിർബന്ധിക്കപ്പെട്ട പശുവാകാൻ, പശുവിനെ പോലെ ജീവിക്കണമെന്ന് പറഞ്ഞ് ചങ്ങലക്കകൾക്ക് തിട്ടതാണ്. പശു തന്നെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ അവിടെ വെക്കുന്ന സന്തുലനം, തൊഴുത്തിൽ എന്നെപ്പോലെ നീയും കടന്നിട്ടുണ്ടെങ്കിൽ നീയും പശുവാണ്, കാരണം ഞാൻ പശുവാണല്ലോ. ഇതാണ് പശുത്തൊഴുത്ത് വാദം എന്ന് പറയുന്നത്. അപ്പം നിനക്ക് മാത്രം എന്താ പ്രത്യേകത എന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ ചില സമയത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കും. ചില കാര്യങ്ങൾ അവരോട് മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ നിനക്ക് മാത്രം എന്താ, നീ മാത്രം എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇവിടെ ഇത്ര ആൾക്കാർ ഇത് മുഴുവൻ കൃത്യമായിട്ട് ചെയ്യുന്നില്ലേ? ഇത് അവർ വിശ്വസിക്കുന്നുണ്ടല്ലോ, നിനക്ക് മാത്രം എന്താ പ്രത്യേകത? നീ എന്തിനാ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം? അധ്യാപകനോട് പോയിട്ട് നിങ്ങൾ കാര്യമായിട്ട് സത്ത് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ, സത്ത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സാഹിത്യവും സത്യവും എന്ന് പറയുന്ന വീഡിയോ കാണണേ. അപ്പോൾ അധ്യാപകൻ ചോദിക്കും, ഈ കുട്ടികളെല്ലാം ഇത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്നുണ്ട്, നിനക്ക് മാത്രം എന്താ ഇതിൻ്റെ ചോദ്യം, ഇതിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ ഇതിനെക്കുറിച്ച് ചോദ്യം, നിനക്ക് മാത്രം എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നത്, നീയും അവരെ പോലെയും എന്നെപ്പോലെയും തന്നെ തൊഴുത്തി കടന്ന് വളർന്നവനല്ലേ, പിന്നെ നിനക്ക് മാത്രം എന്താ പ്രത്യേകത? നീയും എന്നെപ്പോലെയും അവരെ പോലെയും പശു തന്നെ അല്ലേ? പശുവിൻ്റെ കാര്യം ചെയ്താൽ പോരെ? പുല്ല് തിന്നുക, ചാണകം ഇടുക, പാല് കൊടുക്കുക, അവസാനം സ്വന്തം ശരീരവും കൊടുക്കുക, ഇതല്ലേ? പിന്നെ നിനക്ക് മാത്രം എന്താ പ്രത്യേകത? നീ പശു തന്നെയല്ലേ? ഇതാണ് പശുത്തൊഴുത്ത് വാദം. മനസ്സിലായോ? അപ്പം അവർ വിചാരിക്കുന്നത് എല്ലാ അദ്വൈതാർത്ഥങ്ങളും, ആ തൊഴുത്തിൽ കിടക്കുന്ന അദ്വൈതാർത്ഥങ്ങളെല്ലാം അവരെ പോലെ തന്നെ പശു തന്നെയാണ് എന്നവർ വിചാരിക്കുക. ഇനി അവർ പശുവാണോ? അവർ പശുവല്ല, അവർ സ്വയമേ പശുവാണെന്ന് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരാണ്. പക്ഷെ അവർ പശുവാണോ? അല്ല. അവർ പക്ഷെ സ്വയമേ തങ്ങൾ പശുക്കളാണെന്ന് സ്വയമേ അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ദേഷ്യം വരുന്നത്. അതുകൊണ്ടാണ് സത്യങ്ങളെ മുഖത്തോക്ക് ചോദിക്കുമ്പോൾ ആ ഇറിറ്റേഷൻ വരുന്നത്.
അപ്പോൾ നിനക്ക് മാത്രം എന്താണ് പ്രത്യേകത? ഒരു പശു മറ്റൊരു അപ്പുറത്ത് കഴിക്കുന്നത് ചിലപ്പോൾ ഒരു വേറൊരു മനുഷ്യനാണ്, പക്ഷെ അവനെ കാണുമ്പോൾ തൊഴുത്തിൽ കിടക്കുകയല്ലേ. അപ്പോൾ പണ്ട് മുതൽക്ക് തന്നെ തൊഴുത്തിൽ കിടക്കുമ്പോൾ നമ്മളിപ്പോൾ തൊഴുത്തിൽ പോയി പശുവിൻ്റെ കൂടെ കിടന്നാൽ കുറേ ആൾ കഴിയുമ്പോൾ പശുക്കൾ പിന്നെ നമ്മളെയും പശുവായിട്ടായിരിക്കും കാണുക. മനസ്സിലായോ? അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഞാൻ തിരിച്ചറിയേ, ഞാൻ മനുഷ്യനല്ലേ, അല്ല ഞാനൊരു അദ്വൈതാർത്ഥമല്ലേ, ഞാൻ എന്തിനാ ഈ പശുവിൻ്റെ കൂടെ കിടക്കണേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ആണ് ഈ പശുക്കൾ ചോദിക്കുന്നത്, നിനക്ക് മാത്രം എന്താ പ്രത്യേകത? നീയും തൊഴുത്തി കിടന്നിട്ടുണ്ട് ഞങ്ങളെപ്പോലെ, അപ്പോൾ നീയും പശു തന്നെ. ഇതിൻ്റെ വേറൊരു വകഭേദം കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു എത്തീസ്റ്റിൻ്റെ മണ്ടത്തരങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ച നമ്മുടെ പേര് നോക്കിയിട്ട് തിരിച്ചടിക്കുന്നത്, നിൻ്റെ ഇപ്പോൾ പേര് നോക്കിയിട്ട് പറഞ്ഞ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ പറയും നിൻ്റെ ഏതെങ്കിലും മതാന്ധവിശ്വാസം കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ലേ, അപ്പം നിനക്കിതൊന്നും മനസ്സിലാവില്ല എന്ന് പറയും അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം അവൻ്റെ മനസ്സിൽ അവനും കിടക്കുന്ന ഒരു തൊഴുത്തിലാണ്. മനസ്സിലായി? അപ്പോൾ ഏതെങ്കിലും ഒരു തൊഴുത്തിൽ കിടക്കുന്നവനായിരിക്കും എന്ന് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടാണ് ആ മതത്തെ വെച്ചിട്ട് പറയണം. അല്ലാതെ ആ പറഞ്ഞ ആശയത്തിനെ നമുക്ക് ഖണ്ഡിച്ചുകൊണ്ട് സംസാരിക്കാം. മനസ്സിലായോ? പകരം നമ്മൾ ഐഡൻറ്റിറ്റി കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളും ആ ഐഡൻറ്റിറ്റിയിലാണ് ഇവിടെ ജീവിക്കണം. ഒരു പശുവാണ്, എന്തായാലും ഒരു പശുവാണ്. അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ സമൂഹത്തിലെ ഏറ്റവും വലിയ പശുത്തൊഴുത്തെന്ന് പറയുന്നത് സ്കൂളാണ്. സ്വാഭാവികമായിട്ടും സ്കൂളിൽ നിന്ന് പഠിച്ചു വരുന്ന എല്ലാ കുട്ടികളും വിചാരിക്കണത് എല്ലാ കുട്ടികളും ഒന്ന് തന്നെയാണെന്നാണ് എല്ലാ മനുഷ്യരും വിചാരിക്കുന്നത്. സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ഒരുപോലെ ആയിരിക്കും. ശരിയാണ്. കാരണം എല്ലാവരും പശുക്കളാണെന്നുള്ള രീതിയിൽ പശുക്കൾ മനസ്സിലാക്കേണ്ട രീതിയിലാണ് ഈ ലോകത്തെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ കാണുമ്പോൾ പശുക്കളെ കാണുന്ന പോലെയാണ് അവരും കാണുന്നത്. ഞാനും പശു, നീയും പശു. അപ്പോൾ അതിലെ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് പറയുകയാണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് കള്ളത്തരമാണെന്ന് പറഞ്ഞാൽ, അത് നുണ സാഹിത്യമാണെന്ന് പറഞ്ഞാൽ നിനക്ക് മാത്രം എന്താ പ്രത്യേകത? നീ തെളിവ് കൊണ്ടുവരാൻ പറയും. ഇത് പഠിപ്പിച്ച് തന്നപ്പോൾ അവരോട് നിങ്ങൾ ചോദിച്ചോ, സാറേ ഈ ഇലക്ട്രോൺ ഒന്ന് കാണിച്ചു തരുമെന്ന്? ചോദിച്ചില്ലല്ലോ. ഇത് മുഴുവൻ പഠിച്ച് ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ വേറൊരുത്തം അങ്ങനൊന്നും അല്ല, അത് വേറെ സംഭവം, അത് അങ്ങനെയല്ല, അങ്ങനെ സാധനമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അയാൾ തെളിവ് കൊടുക്കണോ അത്രേ. ഇതാരാ പറയുന്നത്? എത്തീസ്റ്റ് മഹാനുഭാവൻ. അതേ എത്തീസ്റ്റ് മഹാനുഭാവനോട് ഒരു റിലീജിയസ് പേഴ്സൺ പറയാണ് ദൈവം ഇല്ല എന്നുള്ളതിനെ തെളിവ് തരുമെന്ന് ചോദിക്കുമ്പോൾ എത്തീസ്റ്റ് മഹാനുഭാവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇല്ല എന്ന് പറയുന്നതിൻ്റെ തെളിവ് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയുന്ന വാദം ഇല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. തെളിവ് കാണിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. അപ്പോൾ ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്ന ആൾക്കാണ് അത് തെളിവ് കാണിക്കേണ്ട ബാധ്യതയുള്ളത് അല്ലേ. അയാൾ വെറുതെ പറഞ്ഞുകൊണ്ട് കിടന്ന പ്രശ്നമില്ല. അത് വാദിച്ച് മറ്റ് തരത്തിലുള്ള സാഹിത്യങ്ങളെ, അതായത് മതം, മറ്റ് ആത്മീയത സാഹിത്യങ്ങളെയൊക്കെ എതിർത്ത് പറയുന്ന ഒരാൾ അയാൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനല്ലേ. അവിടെയാണ് എത്തീസ്റ്റ് ഒരു പശുവായി മാറുന്നത്. എത്തീസ്റ്റ് പശു. അപ്പോൾ ഇതെല്ലാം ഓരോ തൊഴുത്തുകളാണ്. ഏറ്റവും വലിയ തൊഴുത്തെന്ന് പറയുന്നത് സ്കൂളാണ്. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ അദ്വൈതാർത്ഥങ്ങളും അത് എല്ലാം നഷ്ടപ്പെട്ട അവസാനം വെറും ഒരു പശുവായി പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് യൂണിറ്റാണ് സ്കൂൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികളും സ്കൂളിൽ പോയിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് എല്ലാവരുടെ മനസ്സിൽ ഞാനിത് പറയുമ്പോൾ തന്നെ നിനക്ക് മാത്രം എന്താ പ്രത്യേകത? നീ ഞങ്ങളെപ്പോലെ തന്നെ സ്കൂളിൽ പഠിച്ചവനല്ലേ, നിനക്ക് വേറെ എവിടുന്ന നോളജ് കിട്ടുക എന്നൊക്കെ ചോദിക്കും. നിനക്ക് വേറെ എവിടുന്ന് ഇതൊക്കെ കിട്ടുക? നിൻ്റെ റെഫറൻസ് എന്താണ് എന്നൊക്കെ ചോദിക്കും. നീ ഏത് ബുക്ക് റെഫർ ചെയ്തിട്ടാണെന്ന് ചോദിക്കുക. അതൊക്കെ മണ്ടത്തരമാണ്. ഈ മറ്റേ നിക്കോള ടെസ്ലയുടെ ഓൾട്ടർനേറ്റീവ് ജനറേറ്റർ ഏത് ബുക്ക് നോക്കിയിട്ടാണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്ന പോലെയാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഫോർഡ് കമ്പനി ഫോർഡ് ആദ്യത്തെ കാറ് ഫോർഡാണെന്നാണ് പറയുന്നത്. ആ കാർ അയാൾ ആദ്യമായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടാക്കുമ്പോൾ ഏത് പുസ്തകം നോക്കിയിട്ടാണ് അയാൾ കാർ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്ന പോലെയാണ്. മനസ്സിലായോ? റഹ്മാൻ ഒരു മ്യൂസിക് ഉണ്ടാക്കുമ്പോൾ ആ മ്യൂസിക് ഏത് ബുക്ക് വെച്ചിട്ടാണ് ആ മ്യൂസിക് ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്ന പോലെ മണ്ടൻ ചോദ്യമാണ്. സ്കൂളിൽ നിങ്ങൾ പഠിച്ചത് 90% സാഹിത്യമാണ്. എന്തിനാ സാഹിത്യം മുഴുവൻ പഠിപ്പിക്കുന്നത്? അദ്വൈതാർത്ഥങ്ങളെ പശുക്കളാക്കി മാറ്റാൻ. പശുവിനെ എന്തിനാ ഉപയോഗിക്കുന്നത് ഇവിടെ? എന്തിനാ പശുവിനെ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുന്നത്? ബേസിക്കലി വളർത്തുന്നത് എന്തിനാ? അതിൻ്റെ പാലിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചില ആൾക്കാർ വളർത്തിയ പശുവിനെ തന്നെ
രക്തത്തിനും മാംസത്തിനും വേണ്ടി കൊടുക്കും. അപ്പോൾ അതേപോലെ മനുഷ്യനെ അതേപോലെ അദ്വൈതാർത്ഥങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പ്രോസസ്സിങ് യൂണിറ്റാണ് സ്കൂള്. അവിടെ നടക്കുന്നത് സാഹിത്യ പഠനമാണ്, സത്യപഠനമല്ല. അപ്പോൾ അതിലങ്ങനെ വളർന്നു വന്നുമ്പോൾ ഒരു സമൂഹം മുഴുവൻ മൊത്തത്തിൽ സാഹിത്യത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരോട് പോയിട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കുന്നതാണ്, നിനക്ക് മാത്രം എന്താ പ്രത്യേകം? നീ ഞങ്ങളെപ്പോലെ സ്കൂളിൽ പഠിച്ചതല്ലേ, നീ ഞങ്ങളെപ്പോലെ എൻ്റെ മതത്തിൽ ജനിച്ചില്ല, നീയും ഏതെങ്കിലും ഒരു മതത്തിലായിരിക്കുമല്ലോ ജനിച്ചത്. ഈ ചില ആൾക്കാർ പറയും മതത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മതത്തിൽ ജനിക്കുന്നത് എങ്ങനെയാണ്? താങ്കളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അണ്ടത്തിലും ബീജത്തിലും ക്രിസ്ത്യൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല അങ്ങനെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന്. മണ്ടൻ ചോദ്യങ്ങളാണ്, മനസ്സിലായി? മതത്തിൽ ജനിക്കുകയെന്ന് അതെന്ന് വെച്ചാൽ ഈ ബീജം, ആ ബീജമാണല്ലോ, ബീജമണ്ടോ, ആ ഗർഭപാത്രം എന്ന് പറയുന്നത് ഏത് ക്രിസ്ത്യൻ ഗർഭപാത്രം, ഹിന്ദു ഗർഭപാത്രം, അങ്ങനെയൊക്കെ ഉണ്ട്, മനസ്സിലായി? ഈ മരപ്പൊട്ടന്മാരെ എന്താ ചെയ്യുക എന്നുള്ളതാണ് ആലോചിക്കണം. എന്തൊരു മരപ്പൊട്ടന്മാരാണാവോ ഇങ്ങനെയൊക്കെ സംസാരിക്കണം, മനസ്സിലായി? ക്രിസ്ത്യൻ വർഗം എന്നാണ് പറയുക. അതെന്തോ ജനിതകമായിട്ട് മറ്റേ അണ്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ്റെ അമ്മയുടെ അണ്ടത്തിലോ അച്ഛൻ്റെ ബീജത്തിലോ എഴുതി വെച്ചിട്ടുണ്ട്, മനസ്സിലായി? ഇത് ക്രിസ്ത്യൻ ബീജമാകുന്നു, ഇത് ഹിന്ദു ബീജമാകുന്നു. ഇത് വിശ്വസിക്കണമെങ്കിൽ ഇത്രയും ആൾക്കാർ ചുറ്റും നോക്കുമ്പോൾ 90% ആൾക്കാർ ഇത് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കണേ, എന്തൊരു മരപ്പൊട്ടന്മാരാണെന്ന്, മനസ്സിലായി? അതായത് അവരുണ്ടാക്കിയ സാഹിത്യം മുഴുവൻ ജനിതകമായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരാണ്. അത്രയും പൊട്ടത്തരത്തിൽ എങ്ങനെ ഈ അദ്വൈതാർത്ഥങ്ങൾ എത്തി? കാരണം അദ്വൈതാർത്ഥങ്ങൾ സ്വയമേ തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുകയും, ഇനി അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ചോദ്യവുമില്ല, ശരിയായ ചോദ്യങ്ങളുമില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയോടും നിങ്ങൾ ചോദിക്കുന്നില്ല, അവരോട് ശരിയായ രീതിയിൽ ചോദ്യങ്ങൾ കൊടുക്കുന്നില്ല. അധ്യാപകനോട് ചോദ്യമില്ല, അധ്യാപകനോട് ശരിയായ ചോദ്യങ്ങളും ചോദിക്കുന്നില്ല. പേടിയാണ്. കാരണം എന്താ? ചെറുപ്പത്തിലെ ചോദ്യം ചോദിച്ചതിനാണ് ചട്ടകം പഠിപ്പിച്ച് ചന്തിക്ക് വെച്ചത്, അല്ലെങ്കിൽ ഉപദ്രവിച്ചത്, അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ചോദ്യം ചോദിച്ചാലും ശരിയായ രീതിയിലെ ചോദ്യങ്ങൾ ചോദിക്കാനും പേടിക്കുന്നതിൻ്റെ കാരണം ആ പേടി കൊണ്ടാണ് ആ തൊഴുത്തിൽ തന്നെ കിടക്കുന്നത്. അല്ലാണ്ട് ആ അദ്വൈതാർത്ഥത്തിന് അറിയാൻ പാടില്ല എന്നിട്ടാണോ? ആ അദ്വൈതാർത്ഥത്തിന് അറിയാം, ഇതൊക്കെ വെറും സാഹിത്യമാണെന്നറിയാം. ഇത് വെറും സാഹിത്യമാണ്. അവൻ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ്റെ ഉള്ളിൽ അവനറിയാം, അവൾക്കറിയാം. പക്ഷേ അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, അവൾക്കൊന്നുമില്ല മീനിങ് ഫുള്ളായിട്ട്. അതുകൊണ്ടാണ് ഈ സാഹിത്യം വിടാൻ ഇത്ര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ആ സാഹിത്യത്തെ സത്യമെന്ന് പറഞ്ഞ് സ്ഥാപിച്ച് നിർത്തുക എന്നുള്ളത് അവൻ്റെ നിലനിൽപ്പിൻ്റെ എന്താ പറയുക, താല്പര്യമാണ്, ആവശ്യമാണ്. അതുകൊണ്ടാണ്, അല്ലാതെ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഒരുത്തനും അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. അവനിപ്പോൾ ഒരു 500 രൂപ ഒരാൾ കൊടുക്കാനുണ്ടെങ്കിൽ അവൻ വിശ്വസിക്കുന്ന അവൻ്റെ എത്തീസ്റ്റ്, അവരുടെ ആ എത്തീസ്റ്റ് തൊഴുത്തിൻ്റെ നേതാവായിട്ടുള്ള ഒരാൾക്ക് ഒരു 500 രൂപ കൊടുക്കാനുണ്ട്. അയാൾ വന്നിട്ട് 100 രൂപ കൊടുത്തിട്ട് പറയണം, എടാ ഇത് 500 ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല. അപ്പം അത് നേരിട്ട് കാണണം. നിൻ്റെ പുരോഹിതൻ വന്നിട്ട്, ഈ പുരോഹിതൻ നിനക്കൊരു 500 രൂപ തരാനുണ്ട്, ഒരു 100 രൂപ വന്നിട്ട് എടാ ഇത് 500 ഉണ്ടെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ഇല്ല. നിൻ്റെ ആത്മീയ ആചാര്യൻ നിനക്കൊരു 500 രൂപ തരാനുണ്ട്, അവൻ വന്നിട്ട് 100 രൂപ വന്നിട്ട് ഒരു 500 രൂപ എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ഇല്ല. അപ്പോഴൊക്കെ നിനക്ക് എവിഡൻസ് വേണം, നേരിട്ട് കാണണം. പക്ഷെ അവന്മാർ വാതുറന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനാവശ്യമില്ല. അതൊക്കെ ഉള്ള കാര്യമാണ്. എന്തൊരു മരപ്പൊട്ടന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പശുത്തൊഴുത്ത് വാദം, മനസ്സിലായോ? തൊഴുത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നീയും എന്നെപ്പോലെ പശു തന്നെ. അത് പശുക്കൾ പറഞ്ഞാൽ മതി, പശുവായി സ്വയമേ തീരുമാനിച്ചവൻ മാത്രം പറഞ്ഞാൽ മതി. നീ ഒരു പശുവാണ് എന്ന് നിനക്ക് ബോധ്യപ്പെടാനായിട്ടുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിനക്ക് ചോദ്യങ്ങളുണ്ടോ, ഇതെല്ലാം നേരിട്ട് കാണണം എന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്കില്ല എങ്കിൽ നീ പശുവാണ്. എന്നിട്ട് നീ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ പശുവാണ്, മനസ്സിലായോ? കാരണം അദ്വൈതാർത്ഥങ്ങൾ ചോദിക്കുന്നവരും ശരിയായ ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്നവരും ആണ്. പക്ഷെ പശുക്കൾ അതല്ല. അതുകൊണ്ട് ഈ പശുക്കളാണ് പശുത്തൊഴുത്ത് വാദം ഇറക്കുന്നത്, മനസ്സിലായോ? എന്തിനായിരിക്കാം ഈ ഭാരത മണ്ണിൽ ഗോമാതാവിനെ ഇത്രയധികം പൂജിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായോ?
എല്ലാവന്മാരെയും പശുക്കളാക്കി മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ. അതാണ്. മനസ്സിലായോ? നിന്റെ അമ്മ പശു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പിന്നെ നീ എന്തായിരിക്കും? പശുവായിരിക്കും. മനസ്സിലായോ? നീയൊക്കെ എല്ലാം പശുക്കളാണ് എന്ന് പറഞ്ഞ് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഗോമാതാവിൻ്റെ ഈ ചിഹ്നം കൊണ്ടുവന്ന് എല്ലാവരുടെ തലയിലോട്ടും കയറ്റുന്നത്. മനസ്സിലായോ? മനുഷ്യരെ പശുക്കളായിട്ട് ഉപയോഗിക്കുക.